എൻ്റെ പേര് ആൻ്റണി. പുൽപ്പാട്ട് എന്നുള്ളത് വീട്ടുപേരാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് ആലുവ പറവൂർ റൂട്ടിൽ കോട്ടപ്പുറം എന്ന സ്ഥലത്ത് ആലങ്ങാട് എന്ന ആ ചെറിയൊരു ഗ്രാമത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഏകദേശം ഒരു 25 വർഷം മുമ്പ് അന്ന് എനിക്ക് ബിസിനസ് ഉണ്ട്. അപ്പോൾ കട ഒരു 7-8 മണിയാകുമ്പോൾ പൂട്ടുള്ളൂ. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാനത് ഈ വീട് എൻ്റെ സ്വന്തം വീടാണ്. ഇപ്പോൾ അത് വെക്കണേ മുമ്പ് ആ ഗ്യാപ്പിലൊരു വാടക വീട്ടിൽ താമസിച്ചിരുന്നു. അപ്പോൾ അവിടെ അധികം സ്ഥലമൊക്കെ ഉള്ളൊരു വീടാണത്. അപ്പോൾ ഒരു മരത്തിൻ്റെ കുറ്റി വെട്ടിയ ഒരു കുറ്റിയാണിത് ഈ കാണുന്നത്. ഈ വെറുതെ അങ്ങനെ തോന്നി, എനിക്ക് ഇതിനെ പറ്റിയുള്ള ഐഡിയകളും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ വന്നപ്പോൾ തോന്നി ഈ മരത്തിൻ്റെ വേര് കണ്ടപ്പോൾ അതൊരു മറ്റേ മേശയ്ക്ക അല്ലെങ്കിൽ അങ്ങനെ പകരം എന്തെങ്കിലും ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്തെടുത്താണ് ഞാൻ. ഇത് കുഴിയാണ്, ഇത് തായ്വേരാണ്. ഈ തായ്വേര് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കണ വെട്ടിയതിൻ്റെ അടിയാണത്. അത് ഞാൻ തന്നെ രാത്രി കട കൂട്ടി വന്നിട്ട് ലൈറ്റ് ഇട്ട് ഇരുന്ന് ആ മണ്ണൊക്കെ ഇതിൻ്റെ ഇടയിൽ നിന്ന് എടുത്ത് കളഞ്ഞ് കുറേ നാളുകൾക്ക് ശേഷം ഒറ്റ അടിക്കൊന്നും ചെയ്തതൊന്നുമല്ല. ഇത് ഏകദേശം ഒരു 7-8 മാസം കൊണ്ട് ചെയ്തെടുത്താണ്. പിന്നെ ഇത് തിരിയണ രൂപത്തിലാക്കിയിടുന്നത് വെച്ചാൽ വണ്ടിയുടെ ക്ലച്ചിൻ്റെ മൊത്തം അസംബ്ലി അതാണ് അടി കൊടുത്തിരുന്നത്. വലിയ വണ്ടിയുടെ ബെൻസ് വണ്ടിയുടെ അത് ബെയറിങ്ങൊക്കെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ കറക്കണ രൂപത്തിലാക്കിയെടുത്ത് അങ്ങനെ അത് എനിക്ക് കൊത്താനുള്ള എളുപ്പത്തിന് വേണമാണ് കൂടുതലും ഞാൻ ചെയ്തത്. ഇത് തിരിച്ച് മാറി ഇരിക്കാണ്ട് തന്നെ ഇങ്ങനെ പതുക്കെ അങ്ങനെ ചെയ്ത് ഈ രൂപത്തിലാക്കിയെടുത്ത്. ഞാനിവിടെ കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നടന്നിരുന്ന ആളാണ്. ഇപ്പോൾ ഞാൻ അതിനകത്തുനിന്നൊക്കെ ഒഴിവായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോൾ കടയൊക്കെ ഉണ്ട്. ഇപ്പോഴെങ്കിലും ഞാനതൊക്കെ വാടകയ്ക്ക് കൊടുത്തിട്ട് ഞാൻ സ്വസ്ഥമായിട്ട് അങ്ങനെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ചെയ്ത ഒരു ഹോബിയാണ് ചിരട്ടയിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എൻ്റെ ഫസ്റ്റിൽ ഞാൻ ചെയ്ത ഒരു സാധനമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചിരട്ടപ്പൂട്ടെന്ന് പറയും. ചിരട്ടപ്പൂട്ട് അത് നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ വെയിറ്റ് എടുത്ത് മാറ്റിയിട്ട് അതിൽ വേവിച്ചെടുക്കുന്ന ഒരു സംഭവമാണ്. അതാണ് ആ മുമ്പിലിരിക്കുന്നത്. ഇത് പരിചയപ്പെടാൻ കാരണം 72 ഞാൻ ITA മെക്കാനിക്സൊക്കെ പാസ്സായ ആളാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന്, അതായത് ഈ IT എന്ന് ടൂർ പോയി വിവേകാനന്ദപ്പാറ. അന്ന് അവിടെ ഒരു ആർട്ട് മ്യൂസിയത്തിൽ കണ്ടാണ്. അന്നൊന്നും ചെയ്തില്ല, കൊല്ലങ്ങളായി 72 പറയണം. ഇപ്പം ഞാൻ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 കൊല്ലമായിട്ടുള്ളൂ. അതെൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായി. പിന്നെ ഇതേമാരെ എറണാകുളത്ത് ഒരു എക്സിബിഷനും ഇത് കണ്ടായിരുന്നു. അന്ന് ഇതേമാരെ ഒന്നും പിടികളൊന്നുമില്ല, വെറുതെ സാധാരണ ഒരു. പിന്നെ അതങ്ങനെ ഫോക്കസ് ചെയ്ത് അങ്ങനെ ചെയ്ത് ഇതൊരുപാട് ഉണ്ടാക്കി ആളുകൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ. 10 പൈസ ഞാൻ ആരെയൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ ഒരു ഹോബി, സമയം പോകാനുള്ള ഒരു ഹോബിക്ക് വേണ്ടി ചെയ്തിരുന്നതാണ്. ഇപ്പോൾ അതിങ്ങനെ തുടർന്ന് എൻ്റെ മോനെ ഏതെങ്കിലും പടം അയച്ചു തരും. എന്തിൻ്റെ ഇതിൻ്റെ അകത്ത് മൃഗങ്ങളുടെയോ അങ്ങനെ പല സാധനത്തിൻ്റെ അതെന്നാൽ കഴിയുന്ന എനിക്ക് ഉണ്ടാക്കാൻ തോന്നും, അതായത് പറ്റുമെന്ന് തോന്നണത് ഞാൻ ചെയ്യും. ഇത് മൂഷികനെന്നും എലിയെന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന ഒരു ജീവി. ഇതിനെ ഞാൻ നമ്മുടെ സാധാരണ നമുക്ക് കിട്ടുന്ന ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയ ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഒരു 4-5 മണിക്കൂർ പണിയെടുത്താൽ അത് ഇങ്ങനെ ഉണ്ടായേക്കണത്. കാരണം ഇതെല്ലാം ചിരട്ട കൊണ്ട് തന്നെയാണ്. അതിൻ്റെ ഈ മീശ മാത്രം വ്യത്യാസമുള്ള ഒരു സാധനമാണ്. ബാക്കിയെല്ലാം ചിരട്ടയാണ്. വാല്, ചെവി ഒക്കെ ചിരട്ടയാണ്. പിന്നെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി എടുത്തേക്കണത്. അത് ഇതിപ്പോൾ അതിനകത്ത് ഞാൻ ഉദ്ദേശിച്ച് വെച്ചേക്കണ ഒരു ആണും പെണ്ണും, അതാണ് ആ കാണിച്ചിരിക്കുന്നത്. വേറെ പ്രത്യേകിച്ചൊന്നും ഞാൻ പറയാനില്ല. ഇത് വീഞ്ഞ് വീപ്പ പഴയ കാലത്ത് രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമായിട്ടാണ് പറയണത്. അതിൻ്റെ അത് നമ്മൾ കണ്ട് അതിനെ പറ്റി ഉണ്ടാക്കി. ഇത് അടപ്പ് ഇതിലാണ് അവർ സൂക്ഷിക്കണത്. ഇതിൽ എടുക്കുന്നു, ആ വീഞ്ഞ് ആവശ്യത്തിന് എടുക്കുന്നു. അതായത് കെട്ടിവെക്കണ വീഞ്ഞ് എടുത്തിട്ട് ഇത് വർഷങ്ങളോളം ഇരിക്കുന്ന സംഭവമാണ് ഇതിനകത്ത് അവരുദ്ദേശിക്കുന്നത്. അത് തന്നെ ഇരിക്കുന്ന സാധനമാണ്. അത് വേറെ മെറ്റലോ ക്ലേ അങ്ങനെയൊന്നുമില്ല. ഇന്ന സാധനത്തിൻ്റെ മരത്തിൻ്റെ ഇതിലാണ് അത് ഉണ്ടാക്കി വെക്കാറ്. ഇത് ഹിപ്പോപ്പൊട്ടാമസ്, അതിൻ്റെ ഒരു രൂപം ഞാനിപ്പോൾ ഈ ചിരട്ടയിൽ തീർത്തേക്കണത്. അത് ഇങ്ങനെ അടിയിൽ ബെയറിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം അങ്ങോട്ട് ഇങ്ങനെ തിരിക്കാം. ആ രൂപത്തിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മാവിൽ മാങ്ങ ഉണ്ടാക്കി കിടക്കണം. അത് ഞാൻ ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയേക്കണത്. അത് അത്യാവശ്യം അതിൻ്റെ അകത്ത് മാവ് മാത്രം ഒരു
തടിയുടെ കഷ്ണം വെച്ചിട്ട് ബാക്കിയൊക്കെ ചിരട്ട തന്നെ. ഇതൊരു മീനിൻ്റെ രൂപമാണ്. ഇത് ഞാൻ ചിരട്ടയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ചിരട്ട തന്നെ, പ്രത്യേകിച്ച്. പിന്നെ അടിയിലൊരു ബെയറിങ് കൊടുത്തിട്ടുണ്ട്. അത് വലിയ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. ഇത് കാട്ടുപോത്തിൻ്റെ ഒരു രൂപമാണ് ഞാനിത് ചിരട്ടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചാണ് എല്ലാം ചിരട്ട തന്നെയാണ്. ഇത് അടിയിൽ ബെയറിങ് കൊടുത്തിട്ടുണ്ട്. അത് ഏത് വശത്തേക്ക് വേണമെങ്കിലും തിരിയും. വലിയ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ സാധാരണ നാടൻ പന്നി ഞാൻ ചിരട്ടയിൽ തീർത്തിട്ടുള്ളതാണ്. ഇതിൽ അടിയിൽ ബെയറിങ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഇങ്ങോട്ട് വേണമെങ്കിലും തിരിയും. അത് അങ്ങനെ അതിൻ്റെ പണി ഏകദേശം ഒരു ദിവസമൊക്കെ എടുക്കും. ഇത് കാട്ടുപന്നി നമ്മൾ സാധാരണ പടത്തിലോ കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്, ആളുകളുണ്ടാവും. അത് ഞാനിങ്ങനെ ചിരട്ടയിൽ അങ്ങനെ അത് തീർത്തിട്ടുള്ളതാണത്. അത് ബെയറിങ് അടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തിരിക്കാം, എങ്ങനെ വേണമെങ്കിലും അവനെ തിരിക്കാം. ഇത് ആമ, നമ്മുടെ സാധാരണക്കാരൻ്റെ ഒരു ജീവി. അതിനെ ഞാൻ ഇതേപോലെ ചിരട്ടയിൽ തീർത്തിട്ടുള്ളതാണത്. അതിൻ്റെ തല പുറത്തേക്ക് അകത്തേക്ക് വലിയുന്ന ഒരു സംവിധാനം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ കാട്ടിൽ കാണുന്ന ഒരു ജീവിയാണ്. ഏതാണ്ട് മുള്ളമ്പതിനോട് സാദൃശ്യമുള്ള ഒരു ജീവിയാണ്. അതിനെ ഞാൻ ഇതേപോലെ ചിരട്ടയിൽ അങ്ങനെ തീർത്ത് നോക്കിയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ഇരിക്കുന്ന ചെയറിൻ്റെ ഒരു ചെറിയൊരു രൂപം, ചെറിയ പതിപ്പ്, അത് ഞാൻ ചിരട്ടയിൽ തീർത്തിരിക്കുന്നു. ഇത് നമ്മുടെ വിശുദ്ധ കുരിശിൻ്റെ ഒരു രൂപം ഞാൻ അത് ചിരട്ടയിൽ തീർത്തിട്ടുള്ളതാണ്. അതിനകത്ത് പ്രത്യേകിച്ച് രൂപം അതിലെങ്ങനെ വയ്ക്കാൻ പറ്റില്ല. അത് വേറെ എന്തെങ്കിലും പ്ലാസ്റ്റിക് എന്തെങ്കിലും അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് മരവും ചിരട്ടയിൽ തീർത്തിട്ടുള്ളതാണ്. ഇത് നമ്മുടെ വിശുദ്ധ കുർബാനയിൽ ഓസ്തി തിരുവോസ്തിയുടെ ആ ഒരു പ്രതിരൂപമാണ് ഉണ്ടാക്കിയത്, ചിരട്ടയിൽ തീർത്തിട്ടുള്ളതാണ്. ഇത് നമ്മൾ കുർബാനയുടെ സമയത്ത് അതല്ലെങ്കിൽ അതിൻ്റെ സക്രാരിയിലൊക്കെ ആൾത്താരയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെഴുതിരി സ്റ്റാൻഡ് രൂപം ഞാൻ ചിരട്ടയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതൊരു ക്രൂരനായ ഒരു നായ, അതിൻ്റെ രൂപം മനസ്സിൽ വെച്ച് ചിരട്ടയിൽ തീർത്തിട്ടുള്ളതാണ്. ഇത് ബെയറിങ് അടി കൊടുത്തിട്ടുണ്ട്. ഒരു പൂച്ചയുടെ രൂപമാണ്. അത് ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന ഒരു പൂച്ച. അതിനെ കണ്ടുകൊണ്ട് അതിന് മനസ്സിൽ വെച്ചിട്ട് ചിരട്ടയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിന് അടിയിൽ ബെയറിങ് കൊടുത്തിട്ടുണ്ട്, തിരിയും. ഇത് ഒരു ഫ്ലവർ ബേസ്, അത് ഞാൻ ഇന്ന് ചിരട്ടയിൽ തീർത്തിട്ടുള്ളതാണ്. ഇത് നമ്മുടെ കപ്പ് സോസറിലാണ് വരുന്ന ഒരു കപ്പ്, അത് ഞാനിങ്ങനെ ചിരട്ടയിൽ തീർത്തിട്ടുള്ളതാണ്. ഇത് ഒരു ചെടിച്ചട്ടിയിൽ ഒരു ചെടി പൂവോടുകൂടി നിൽക്കുന്നതായിട്ടുള്ള ഒരു സംഭവമാണ് അത് ചെയ്തേക്കണത്. അത് ഞാനെല്ലാം ചിരട്ടയിൽ തന്നെ ചെയ്തേക്കണം, വേറൊന്നുമില്ല, അത് ഉപയോഗിച്ചിട്ടില്ല. ഇത് ഒരു ടേബിൾ ലാമ്പിൻ്റെ ഒരു പ്രത്യേക രൂപം, അത് ഞാനിങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് കണ്ടപ്പോൾ അതിനെ നോക്കി അതങ്ങനെ ഉണ്ടാക്കി ശ്രമിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് അടിയിൽ ഒരു ബോർഡാണ്, പഴയ കാലത്ത് കിട്ടുന്ന നമ്മുടെ സ്വിച്ച് ബോർഡാണ്. അത് നമ്മൾ ചിരട്ട കൊണ്ട് പിന്നെ ഇതേമാതിരി പൂവും ഇലകളൊക്കെ അങ്ങനെ ഡിസൈൻ ചെയ്തേക്കണ ഒരു സംഭവമാണ്. ഇതൊരു സർക്കസിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ജോക്കറുടെ ഒരു രൂപം, അത് ഞാനിങ്ങനെ ചിരട്ടയിൽ തീർത്തിട്ടുള്ളതാണ്, പിള്ളേരുടെ കളിക്കാനുള്ള രസത്തിന് വേണ്ടിയിട്ട്. ഇത് ഒരു കൂജയാണ് യഥാർത്ഥത്തിൽ. അതിൻ്റെ ഒരു രൂപം ഞാൻ ചിരട്ടയിൽ, ഫുൾ ചിരട്ട തന്നെയാണ് അതിൽ തീർത്തിരിക്കുന്നതാണ്. ഇത് ഞാൻ ഈ കാണിച്ചു തന്ന പ്രൊഡക്റ്റുകളൊക്കെ ഏതാണ്ട് ഒരു 1.5 കൊല്ലം കൊണ്ട് ഞാൻ ചെയ്തേക്കണതാണ്. കാരണം എൻ്റെ ബിസിനസ്സുകളിലും കാര്യങ്ങളെന്നൊക്കെ ഞാനിപ്പോൾ ഒഴിഞ്ഞു നിൽക്കുകയാണ്. അത് മോനാണ് നടത്തുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ ഓരോന്നും ചെയ്യാൻ തോന്നി. എനിക്ക് പ്രത്യേക ഗുരുവോ അങ്ങനെ ഒന്നുമില്ല ഇതിന്. ഇത് ഞാൻ ഓരോന്നും ഇങ്ങനെ ചെയ്യാൻ ശ്രമിച്ച് അത് ശരിയായി വരുമ്പോൾ വീണ്ടും ചെയ്യണം. അങ്ങനെ ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണത് ഒരേറ്റം. പിന്നെ പെട്ടെന്ന് പറഞ്ഞ് ചെയ്ത് അങ്ങനെ ചെയ്യണമെന്നില്ല. എൻ്റെ സമയവും സന്ദർഭവും കാര്യങ്ങളൊക്കെ നോക്കി സൗകര്യം നോക്കി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പോൾ ഓരോരുത്തരുടെ ജീവിതത്തിലും വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യാവുന്ന ഓരോ കാര്യങ്ങളാണത്. കാരണം ആ സമയം പഴകികളുടെ പിന്നെ നമ്മുടെ ഉള്ള കഴിവ്, എല്ലാവർക്കും ഓരോ കഴിവുകൾ തമ്പരാൻ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അത് ചെയ്ത് ഓരോന്ന് ചെയ്തു വരുമ്പോൾ, ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ നമ്മുടെ സമയം പോവും. പിന്നെ അതുകൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ്സുകളാണത്. അത് ചെയ്യാൻ പറ്റും. ഓരോരുത്തരും അതിൻ്റെതായ രീതിയിൽ ഉത്സാഹിക്കുകയാണെങ്കിൽ ഇതെല്ലാം ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മുടെ ജീവിതം പഠിപ്പിച്ചേക്കണം. ഓക്കെ പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.